മൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ പാലക് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണിത്. നമുക്കിത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഈ പാലക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കഴുകി വെച്ചിരിക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒരുപാട് നേരം ഇട്ട് അതിലിട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം പിന്നെ ആ പാലക്കിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഫ്യൂ സെക്കൻഡ്സ്, 1 മിനിറ്റ് ഒന്നും വേണ്ട, ഫ്യൂ സെക്കൻഡ്സ് ഇടുക. അതായത് ആ പാലക്ക് ജസ്റ്റ് ഒന്ന് തളർന്നു തുടങ്ങുമല്ലോ, ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാലക്ക് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ തന്നെ നമുക്ക് 3 വെളുത്തുള്ളി, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ വെള്ളം, അതായത് നമ്മൾ നേരത്തെ പാലക്ക് തിളപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവാവണം. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒന്നും ഭാഗം കാണാൻ പാടില്ല. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശമാവിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. വളരെ നല്ല റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മാവ് വെച്ചിട്ട്. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ഗ്രീൻ കളർ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സാധാരണ രീതിയിൽ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഉപയോഗിക്കാറ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശപ്പാന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ദോശക്കല്ല് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തൂകി, പിന്നെ അതിലോട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരു തവി ദോശമാവ് ഇട്ട് സാധാരണ രീതിയിൽ നമ്മൾ ദോശ എങ്ങനെയാണ് ചുടുന്നത് അതേപോലെ ചുട്ടെടുക്കാം. വേവാത്ത ആ ഒരു മാവിൻ്റെ ആ ഒരു നിറം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പം നമുക്ക് ചുറ്റിനും എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണ ഒഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണുന്നില്ല. ഉണ്ടെങ്കിലും ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിനും ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഏകദേശം അത് ആ ഒരു പച്ചപ്പൊക്കെ മാറി തുടങ്ങും, അതായത് ആ ഒരു റോ മാവിൻ്റെ ആ നിറം മാറി തുടങ്ങുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വെടിയിച്ച് തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പാലക് ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കണം. ഈ ചീരയൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർ, അല്ലെങ്കിൽ പാലക്ക് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ പറ്റിയൊരു നല്ല ഹെൽത്തിയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ദോശമാവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ദോശ സാധാരണ കഴിക്കുന്നതിൽ ചമ്മന്തിയുടെ കൂടെയോ ചട്നി അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.